തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ട ഒരു കാർഡ് തമ്പ് അതിൽ കൊടുത്ത ഇംഗ്ലീഷും അതിൻ്റെ പരിഭാഷയും പ്രേക്ഷകർ വായിച്ചിട്ടുണ്ടാകും. എന്നിരുന്നാലും അതിൻ്റെ പരിഭാഷ ഒന്നുകൂടി വായിക്കാം. അതിങ്ങനെയാണ്: തലമണ്ടയിൽ അല്പമെങ്കിലും നിയമമുള്ള ഒരാൾക്ക് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന അത്തരം അസംബന്ധവാദങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല. കൂടാതെ അത്തരം അസംബന്ധവാദങ്ങളെ അവരുടെ കേസിൻ്റെ പിന്തുണയ്ക്കായി അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷനെ അനുവദിക്കാനും കഴിയില്ല. പ്രോസിക്യൂഷനെതിരെ ഹൈക്കോടതി പറയുന്നതാണ് 2019 ഹൈക്കോടതി SSC ലാവലിൻ കേസിൽ വിധിച്ച ഉത്തരവിൻ്റെ അവസാന ഭാഗമാണ്, ഏറ്റവും അവസാന പാരഗ്രാഫാണ് വായിച്ചിരിക്കുന്നത്. വിചാരണ കോടതി പിണറായി വിജയനെ കുറ്റവിമുക്തരാക്കുന്നു. അതിനെതിരെ CBI ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു. ആ അപ്പീൽ പരിഗണിക്കുകയും വാദം കേൾക്കുകയും ചെയ്ത ഹൈക്കോടതി 2019 ഇറക്കിയ ഉത്തരവ്. ആ ഉത്തരവിലാണ് ഈ വാചകം പറഞ്ഞിരിക്കുന്നത്: അസംബന്ധ നാടകമാണ് CBI എഴുതി വച്ചിരിക്കുന്നത് എന്ന്. ആ ഉത്തരവിനെതിരെ CBI സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി കേസ് 6 വർഷമായി അവിടെ കിടക്കുകയാണ്. കേസ് പരിഗണിക്കാൻ CBI അനുവദിക്കില്ല. കേസ് പരിഗണിക്കുകയും വിധി പറയുകയും ചെയ്താൽ പിണറായി വിജയൻ കുറ്റവിമുക്തനാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പിണറായി വിജയന് വലിയ തിളക്കമാകും. ആ തിളക്കം പിണറായി വിജയൻ ഉണ്ടായിക്കൂടാ. പിണറായി വിജയൻ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. 2019 വിധി ഹൈക്കോടതി വിധിയാണ്. അതിനുശേഷം 2023 പിണറായി വിജയൻ്റെ മകന് പിണറായി വിജയൻ കേസിൽ പ്രതിയല്ല, കുറ്റവിമുക്തനാക്കി വിചാരണ കോടതിയും ഹൈക്കോടതിയും. അതിനുശേഷം 2023 പിണറായി വിജയൻ്റെ മകന് നോട്ടീസ് അയക്കുന്നു ED. എന്തൊരു വിരോധാഭാസമാണ് എന്ന് നോക്കൂ. ഇതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ആയുധമാക്കാൻ ശ്രമിക്കുന്നത്. 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ വാർത്തയ്ക്ക് ആയുസ്. അതിനു മുമ്പ് തന്നെ അത് തകർന്ന് തരിപ്പണമായി പോയി. എന്താണ് ലാവ്ലിൻ കേസ്? എവിടെ നിന്നാണ് ലാവ്ലിൻ കേസ് ആരംഭിക്കുന്നത്? ഉമ്മൻചാണ്ടി തന്നെ മാധ്യമപ്രവർത്തന ചോദ്യങ്ങൾക്ക് അന്നത്തെ മുഖ്യമന്ത്രി കൃത്യമായും മറുപടി പറയുന്നുണ്ട്. അതും കൂടി കേൾക്കാം. ഒരിക്കലും അത് ശരിയല്ല. ഞാനത് പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിജിലൻസിന്റെ ചാർജ് വഹിക്കുന്ന സമയത്താണ് അന്വേഷണം നടക്കുന്നത്. ഒരു സ്റ്റേജിലും ഞാൻ ഇടപെട്ടിട്ടില്ല. ആ വിജിലൻസിന്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടും. ആ കിട്ടിയ റിപ്പോർട്ടിനകത്ത് ശ്രീ പിണറായി വിജയൻ പ്രതിയല്ല. പക്ഷെ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട്, പിന്നെ തുടർന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാം എന്നൊരു സെന്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം പ്രതിയല്ല. ആ റിപ്പോർട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അന്വേഷണം നടക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത്. ആ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം പ്രതിയല്ല. പക്ഷെ ഇങ്ങനൊരു വാചകം മാത്രമുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തു. കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തപ്പം നിങ്ങൾ തന്നെയാണ് കുഴപ്പമുണ്ടാക്കിയത്. ഇവിടുത്തെ പത്രങ്ങൾ അങ്ങ് എഴുതി ഹം സബ് ചോർ ഹേ എന്നാണ് ഒരു പത്രത്തിന്റെ ഹെഡിങ്. ഹം സബ് ചോർ ഹേ ഹിന്ദിയിലെ ബാനർ ഹെഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കള്ളന്മാരാണ്. എന്താ ഇതിനകത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി യോജിച്ചിരിക്കുന്നു. 2 കൂട്ടത്തിലും എന്തോ മറച്ചു വെക്കാനുണ്ട്. ഇത് ഫെബ്രുവരി 28 ആകുന്ന ദിവസങ്ങളാണ്. മാർച്ച് 1 ഇലക്ഷൻ അനൗൺസ് ചെയ്തു. അപ്പം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് കണ്ടിട്ട് മാർച്ച് 1 ക്യാബിനറ്റാണ് CBIക്ക് വിടാനായിട്ട് തീരുമാനിക്കുന്നത്. കേസിന്റെ നാൾ വഴി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. വിസ്താര ഭയം കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. 2006 കേസ് വിജിലൻസിന് വിട്ട ഉമ്മൻചാണ്ടി ഇപ്പോൾ 2026 ഇപ്പോഴും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ, മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? പിണറായി വിജയനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ വേണ്ടി. മാധ്യമങ്ങൾ ഒന്നടങ്കം കൂടെ UDFും BJPയും ഒന്നിച്ചിറങ്ങുന്ന കാഴ്ച അതുതന്നെയാണ് 2 ദിവസം മുമ്പ് നാം കണ്ടത്. പക്ഷേ അതിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല എന്ന് മാത്രം.